ഹലോ. അഖിലിന്റെ അമ്മയാണോ? അതെ അതെ. ഇവിടെ അജിത അല്ലേ? ഞാന് ഇതിപ്പോ ജീവിതം സാക്ഷി എന്ന് പറഞ്ഞ പരിപാടിയിൽ നിന്ന് ഞാൻ ഉർവശിയാ സംസാരിക്കുന്നേ. മനസ്സിലായി സാരം കേട്ടേരെ. ഇപ്പൊ രശ്മിയുടെ മുമ്പിലുണ്ട്, അഖിലും വന്നിട്ടുണ്ട്. അപ്പൊ ഒരു പരാതി രശ്മി തന്നിരിക്കുന്നത് പിന്നെ അഖിലിന്റെ ഒപ്പം താമസിക്കണമെന്നും പറഞ്ഞൊരു പരാതി അവിടെ തന്നേക്കുന്നേ. പക്ഷെ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ആ കുട്ടിക്കുണ്ടെന്നും പറയുന്നു. കാരണം ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ കുട്ടി വളരെയധികം ദുഃഖങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട്. അച്ഛന്റെ പെരുമാറ്റത്തിലും പിന്നെ അതിനെ പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു. അവള് പറഞ്ഞത് അവളോട് ചോദിക്കലെന്നോ പിന്നെ സാറേ എത്ര മാസം അവൾ ഇവിടെ നിന്നു, എത്ര വർഷം നിന്നു എന്ന് ചോദിക്കായിരുന്നോ? അതാ അഖില് പറഞ്ഞു 4-5 മാസം ഇവിടെ താമസിച്ചിട്ടുള്ളൂ, അത്രേ താമസിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ എല്ലാ പെൺകുട്ടികളെയും പെങ്ങന്മാരെയും ഒക്കെ കാണുന്നത് പോലെ കണ്ടിട്ടുള്ളൂ നിങ്ങള് എന്ന്. അവര് ഞങ്ങളോട് ആരോടും ചോദിക്കാണ്ട് നടത്തിയ കല്യാണം. എന്റെ അടുത്ത് ഏറ്റവും വന്ന തെറ്റ് എന്ന് പറഞ്ഞാൽ എന്റെ മോനല്ല, എന്റെ മോന്റെ ഭാര്യയല്ല എന്ന് വെച്ചിട്ട് ഞാൻ അവരെ സ്വീകരിച്ചതാണ് എനിക്ക് ഏറ്റവും വന്ന തെറ്റ്. ഇനി ഇവള് കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി തൊട്ട് തുടങ്ങിയാണ്. ഞാൻ പോകാത്ത സ്ഥലമില്ല, പോകാത്ത സ്റ്റേഷനിലില്ല. ഇത് ഞാൻ അനുഭവിച്ച വേദന അത് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയൂ. ഞാളെ കുടുംബം എങ്ങനെയാ കഴിഞ്ഞെന്ന്. അച്ഛനെ അന്ന് സാറ് നേരിട്ടിട്ട് ഇവിടെ വന്നയാള് അച്ഛന്റെ വരവ് അച്ഛനെ നേരിട്ട് കണ്ടിന്. അയാൾ എങ്ങനെ ഇവളോട് ഇങ്ങനെ ചെയ്തു? അതുമല്ല, ഇവൾ അങ്ങനെ പറയുന്നവളാണെങ്കിൽ എന്നോട് നേരിട്ട് പറയാണ്ട് ഇവൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പിന്നെ ഇവൾ അച്ഛൻ വിളിച്ചിട്ട് സംസാരിക്കുന്നതാണ്. ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറിയത് കൊണ്ട് പിന്നെ ഇനി അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുകൾ. ഇവളെന്തെല്ലാം ഇത് ചെയ്തു അവരോടൊന്ന് ചോദിച്ചു നോക്ക്. അല്ല, അവരിവിടെ പറഞ്ഞത് അമ്മയോട് പറഞ്ഞപ്പോ അമ്മ നിന്റെ കുട്ടിക്ക് അച്ഛൻ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം സഹിച്ചിവിടെ നിക്കണോന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, മക്കളാണ് സത്യം. ഞാൻ എങ്ങനെ എന്നോടൊരു വാക്കോട് പറഞ്ഞതുമില്ല, ഞാൻ അറിഞ്ഞതുമില്ല. തിരുവനന്തപുരത്ത് ഇവര് ഞാളോടൊന്നും പറയാണ്ട് ഇവള് ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇവിടെ അച്ഛനും അമ്മയും എല്ലാരും കൂടി പോയിട്ട് വരേണ്ട ദിവസം കഴിഞ്ഞാലും ഞാള് വിളിച്ചേരാ അവളെ അച്ഛൻ എന്നോട് ഇത് പറയുന്നത്. പിന്നെ അഖിലിന്റെ അച്ഛൻ അപമര്യാദയായിട്ട് പെരുമാറി, അതുകൊണ്ട് ഞങ്ങൾക്ക് അവളെ അങ്ങോട്ട് വിടാൻ താല്പര്യമില്ലാന്ന്. അതുവരെ ഇവള് പറഞ്ഞു എനിക്ക് അച്ഛനില്ല, വീട്ടിൽ ആളുമില്ല, കുടുംബങ്ങളില്ല. ഞങ്ങളെ 4 വയസ്സായാലും എനിക്ക് എന്റെ അച്ഛനും അമ്മയും എന്നെ ഉപേക്ഷിച്ച് വിട്ടതാ. എനിക്ക് അച്ഛന്റെയും അമ്മേന്റെയും കുടുംബങ്ങളെയും സ്നേഹം കിട്ടിയത് ഇവിടെ വന്നേ പിന്നെയാണെന്നു ഓൾ എന്നോട് മാത്രല്ല, ഓൾ എന്റെ അനിയത്തിയോട് എന്റെ അമ്മയോട് ഓള് പറഞ്ഞ ഓളാന്ന് തിരിഞ്ഞു നേരെ ഇങ്ങനെ കുത്തിയത്. ഓൾ ഈ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്റെ മോളെ പോലെ അല്ലാണ്ട് മരുമോളാന്ന് വിചാരിച്ചിട്ട് ഞാൻ കാണിച്ചില്ല. ഇന്നലെയും കൂടി അച്ഛൻ എന്നോട് ചോദിച്ചിന്, പാല് കാച്ചി 4 മക്കൾക്കും കൊടുത്തില്ല, കഴിക്കന്നെ നീ അടിച്ചു. ഓൾ എന്റെ മുത്തിക്കോൾ അടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ പോയത് എന്റെ കുഞ്ഞിന്റെ മേലില് മൂത്ത് പിടിച്ച് ഞാൻ തള്ളി. ഈ അയൽവക്കത്ത് ആരോട് ചോദിച്ചു ഞാൻ ഫോൺ നമ്പർ തരാം. ഞാൻ വിളിച്ചു ചോദിച്ചിട്ട് ഇവൾക്ക് 5 മാസം ഇവളുടെ നിന്ന കളി 2 മാസം ഇവള് മര്യാദയ്ക്ക് നിന്നു. ഇവളെ വീട്ടിൽ പോയതിന് ശേഷമാണ് ഇവളെ സ്വഭാവം മാറിയത്. ഏറ്റവും പറ്റിയ തെറ്റെന്നാണെന്നറിയാം എനിക്ക്. എന്റെ മോൻ ഒരു പാവായതുകൊണ്ട് എന്റെ മോൻ ഇവക്ക് ജീവിതത്തിൽ ആളില്ല, അർത്ഥമില്ല എന്നും പറഞ്ഞിട്ട് എന്റെ മോനെ എന്നിൽ നിന്നും അകറ്റിയെടുത്തിട്ട് പിന്നെ ഓൾ എന്നോട് ഈ ചതിയെ ഇവള് കാണിച്ചു തരുന്നത്. എന്റെ കുടുംബങ്ങൾ ഒരാളുടെ വീട്ടിൽ കയറുന്ന ഓക്ക് ഇഷ്ടമല്ല. അച്ഛന്റെ കുടുംബങ്ങൾ കയറുന്ന ഞങ്ങൾ ഒരുപാട് കുടുംബങ്ങളുള്ള കൂട്ടത്തിലാ. പിന്നെ എന്റെ മോളെ ഭർത്താവ്, അവനെ പറ്റി അവളെ പറ്റി ഇവളെന്തെല്ലാം ആരെയെല്ലാം ഫോൺ വിളിച്ചിട്ട് ഏതെല്ലാം നമ്പർ കിട്ടുവാന്ന് ആ നമ്പറിലെല്ലാം ഇവള് വിളിച്ചിട്ട് വേണ്ടും പോലെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മക്കളെ ഭാവിയോട് നശിപ്പിക്കുന്നു. എന്റെ മക്കളെ ഭാവി എന്ന് വെച്ചാൽ ഓളെ അച്ഛനും അമ്മയും ഓളെ കഴിച്ചു വിട്ടിയ പോലെയല്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എന്റെ കുടുംബങ്ങൾ ദേശു എനിക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്നിട്ട് എന്റെ മോളെ ഞാൻ പറഞ്ഞു വിട്ടേ. ഞാൻ അവള് കയറി പോയത് പോലെയല്ല എന്റെ വീട്ടില്. എന്റെ ആ മോനും മോളും കുട്ടിയും കൂടി വരുമ്പോ എന്റെ ഹൃദയം തകർന്നത് ഒരമ്മ വാർക്കും ആ ഒരു വേദന ഉണ്ടായിരുന്നത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇവള് എന്റെ കുട്ടീനെ എടുത്ത് എന്റെ മോനും ഇവളും കൂടി കയറി വരുന്ന എന്റെ മോനെ എന്ത് ദൈവമേ എനിക്ക് ഈ വിധിയാണല്ലോ വന്നത്. ഞാൻ അറിയാണ്ട് എന്റെ മോനെ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് വെച്ചിട്ട് ആ ഒരു പരിവേദന ഒരമ്മക്ക് സഹിക്കാൻ പറ്റില്ല. എന്റെ മോന് പ്രസവിച്ചിട്ട് 40 ദിവസമേ ആയിട്ടുള്ളൂ. അന്നേരം അവളിവിടെ ഉണ്ടായിരുന്നു. അവളും അടുക്കളയിൽ ഇരുന്നിട്ട് എന്റെ കുഞ്ഞി മോളും കൂടി ഞാൻ 3ഉം കൂടി കെട്ടിപ്പിടിച്ച് കാര്യമായി. എന്റെ അമ്മയെ ഏട്ടൻ വരുന്ന രംഗം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
എന്നിട്ടും അപമാനം ഞാൻ എല്ലാം സഹിച്ചു. എന്നിട്ടും ചോദിച്ചോളൂ വീണ്ടും വീണ്ടും ഞാൻ കുടുംബത്തിലേക്ക് കുത്തി നോക്കുകയായിരുന്നു. ഓളൊരു നല്ല കുടുംബത്തിൽ പറഞ്ഞ വന്നാണെങ്കിൽ ഈ എല്ലാം ചെയ്തിട്ട് ഈ അച്ഛനും അമ്മയും ഞാളെ സ്വീകരിച്ചു, ആരും അറിയാണ്ട് കല്യാണം കഴിച്ചിട്ട്. എന്നിട്ടും അവന്റെ മൊത്തിക്കടിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ടും ഒന്നും അറിയാത്ത അച്ഛന് ചീത്തപ്പേരും ഇവിടെ ഈ തരാന്നൊന്നും ഞാൻ മനസ്സിലാക്കില്ല. എന്നിട്ട് ഞാൻ വീണ്ടും വീണ്ടും ഓള് താണിട്ട് എന്റെ മോനും ആ കുട്ടിക്കും വേണ്ടിയിട്ട് ഞാള് പിന്നെ ഓളോട് പറഞ്ഞു. ഓൾ അമ്പിനും ഇല്ല, ഓൾ എന്നോട് പറഞ്ഞു. സ്ത്രീധനത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല അജിതമ്മ, ഇവര് പറയുന്നത് അങ്ങനെ വീട്ടുകാരോട് പറയാതെ കല്യാണം നടത്തിയതിലും സ്ത്രീധനം ഇല്ലാതെ വന്നതിലും ഒരു നിങ്ങൾക്ക് ഒരു വിഷമം ദേഷ്യവും ഒക്കെ അവരോട് ഒരു വാക്ക് ഞാൻ അവളോട് പറഞ്ഞു. സ്ത്രീധനത്തിനും ഞാൻ ഇവിടെ വന്നേ പിന്നെ അവളോട് ഞാളെ അങ്ങനെ ഒരു മാറ്റം ഞാള് വർത്താനം സംസാരത്തിൽ പോലും ഞാളെ പ്രവൃത്തിയിലും ഉണ്ടായിട്ടില്ല. എനിക്ക് ഞാൻ ഈ വയറ്റൂരപ്പന്റെ മണ്ണിലാണ് നിൽക്കുന്നത്. എനിക്ക് വേറെ ഇല്ലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ ഈ 2 നേരം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം തുടങ്ങുമ്പോ ഇവളോട് പോകുമ്പോ ഞാൻ ഇവിടുന്ന് പറഞ്ഞ നീ പോകാൻ പാടില്ല, എന്നീ വയറ്റൂരമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്ന. അന്നേരം ഓളെ അമ്മ എന്നോട് പറഞ്ഞല്ല, ഇതിനെക്കാട്ടിയും വലിയ ഉത്സവം ഞങ്ങളെ തിരുവനന്തപുരത്തുണ്ട്. ഞാനന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു നിങ്ങളെ ഉത്സവം നിങ്ങളെ നാട്ടിൽ വലിയതാണ്. അന്ന് പോയതുപോലെ തന്നെ പിന്നെ ഓക്ക് വീട്ടിൽ വന്നിട്ട് ഒരു ദിവസം മര്യാദയ്ക്ക് നിൽക്കാൻ പറ്റിയില്ല. ആ വേദന ഒരിക്കൽ ഞാൻ എന്റെ കുഞ്ഞുമോളെ പറ്റി ഞാൻ നിത്യം ഞാൻ ഓരോ ദിവസവും ആ കുട്ടീനെ പറ്റി ഞാൻ ആലോചിച്ചിട്ട് എന്റെ സങ്കടം എന്താ എന്റെ മോനിൽ ഉണ്ടായ മോളാണ്. ഞാൻ അവളോട് അച്ഛനോട് ഞാൻ ചോദിച്ചു, അങ്ങനെ അച്ഛൻ എന്തെങ്കിലും പെരുമാറിയെങ്കിൽ ഞാൻ ഇടിയുണ്ട് ഇവളെ എന്നോട് പറയാണ്ട് ഇവള് പോയിട്ട് ഇവള് കുതിർന്നു. അതെന്തുകൊണ്ട് എന്നെയും എന്റെ മോനെയും അച്ഛനെയും ഞങ്ങളെ കുടുംബങ്ങളിൽ തല്ലി പിരിഞ്ഞിട്ട് ഇവളെ എന്റെ മോനെയും കൂട്ടാൻ എടുക്കാൻ. പക്ഷെ എന്റെ മോനുണ്ട് ശരിയാ. വീണ്ടും ആ കുട്ടിയെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവിടെ വന്ന് താമസിക്കാൻ ആ കുട്ടി തയ്യാറായാൽ നിങ്ങൾക്ക് വേറെ വിഷമമൊന്നുമില്ലല്ലോ? വീണ്ടും ഒരുമിച്ച് താമസിക്കാൻ തയ്യാറാണ്? ഞങ്ങൾക്ക് വിഷമം എന്ന് പറഞ്ഞാല് ഇവിടെ വന്നിട്ടോളൂ ഒരു ഒച്ചപ്പാടിനോ ബഹളത്തിനോ ഞാളിൽ നിന്ന് യാതൊരു ബുദ്ധിമുട്ടും എന്റെ മക്കളിൽ നിന്നോ എന്നെ പറ്റി എന്റെ ഭർത്താവിനെ പറ്റി യാതൊരു ബുദ്ധിമുട്ടും അടങ്ങി ഒതുങ്ങി ഇവിടെ വന്ന് നിൽക്കുവാണ്. ഞങ്ങൾക്ക് യാതൊരു വിരോധം. ഞാളെ മോന് വേണ്ടിയിട്ട് ഞാളെല്ലാം സഹിക്കാൻ തയ്യാറാണ്. എന്റെ മോന് വേണ്ടിയിട്ട് എനിക്ക് 2 പെണ്ണും ഒരാണും വന്നു. ആ അന്തരീക്ഷ വിട്ടിട്ട് എനിക്കൊരു ഒന്നും ചെയ്യാൻ പറ്റൂല. എനിക്ക് യാത്രയും മാത്രമേ ഉള്ളൂ. ശരി താങ്ക് യു വളരെ നന്ദി വളരെ നന്ദി. മേഡം, ഈ ആയുധമ്മ ഇപ്പൊ പറഞ്ഞു ഏട്ടനെ അവരിൽ നിന്ന് പിരിച്ചെന്ന്. എന്റെ കുഞ്ഞ് 1 വർഷമായി അവളുടെ അച്ഛന്റെ സ്നേഹം കിട്ടിയിട്ട് എന്റെ മോള് എന്റെ അച്ഛനെയാണ് അവൾ അച്ഛന്ന് വിളിച്ച് വളരുന്നത്. അപ്പൊ എന്റെ കുഞ്ഞിന് ഞാൻ ഇതിന് ഞാനൊരു മറുപടി പറയാനുണ്ട്. ഇപ്പൊ ഇവള് പറഞ്ഞത് പോയിന്റ് ശരിയാണ്. 1 വർഷമായി ഞാൻ എന്റെ മോളെ കണ്ടിട്ടുള്ളത്. 2 പ്രാവശ്യം ഞാൻ പറഞ്ഞല്ലോ, 2 പ്രാവശ്യം ഞാൻ കുട്ടീനെ കാണാൻ പോയിട്ടുണ്ട്, ഇവളെ കാണാനും പോയിട്ടുണ്ട്. ഇപ്പം നിയമ സ്റ്റേഷനിൽ ഇവളെന്റെ പേരിലൊരു കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കൊച്ചിനെ കാണാൻ പോയേനെ വീട്ടിൽ കള്ളുപിടിച്ച് വന്നിട്ട് അലമ്പുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം ഇത് അറിയാലോ, ഒരു വീട്ടിൽ ചെന്ന് അലമ്പാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെണ്ണാണ് പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പെടും. അപ്പൊ ഞാൻ എന്തിനാ റിസ്ക് എടുത്തിട്ട് അങ്ങോട്ട് പോകും? കാരണവശാലും ഏട്ടൻ വെള്ളം ഒടിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ശരി, അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മേഡം, നവംബർ 7-ാം തീയതി ഏട്ടൻ കൂട്ടുകാരനായിട്ട് വീട്ടിൽ വന്നു. അതെ അത് വധഭീഷണി മുഴക്കിന്ന് പറഞ്ഞാണോ? കാര്യം എന്റെ അച്ഛൻ സ്ഥലത്തില്ല, അച്ഛൻ പമ്പയില് ജോലിക്ക് പോയി. അമ്മ രാവിലെ. ഞാൻ ചോദിക്കട്ടെ, ഇത് ഒരു കോംപ്രമൈസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ വനിതാ സെല്ലിൽ പോകുന്നു, ഭർത്താവ് ഒന്നിച്ച് ജീവിക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഭർത്താവ് വീട്ടിലേക്ക് അന്വേഷിച്ച് വരുന്നതിനെ നിങ്ങളൊരു പരാതിയായിട്ട് വന്നതല്ല, ആൾ എന്റെ അടുത്ത് പറഞ്ഞിട്ട് പോയ കാര്യമാണ്. ആള് എന്റെ കുട്ടീനെ കാണാൻ ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ കാണാൻ വന്നതല്ല, കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞു. ഫസ്റ്റ് ഞാൻ കൊച്ചിനെ കാണണമെന്ന് പറഞ്ഞപ്പോ കൊച്ചിനെ കാണാൻ പറ്റില്ല എന്നിട്ട് കൊച്ചു പുറത്തിറങ്ങിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കൊച്ചിനെ ദൂരെ ഞാൻ കാണുന്നുണ്ട്. കൊച്ചിനെ എടുത്തോണ്ട് എന്ത് ചെയ്തു, ആള് വേഗം അകത്ത് പോയിട്ട് വാതിലടിച്ചു. അപ്പൊ ആളുടെ അമ്മ എന്റെ അടുത്ത് വന്നോട് ചോദിച്ചു, എന്താ അഖിലിന്റെ തീരുമാനം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് ഞാൻ തീരുമാനം പറയാനായിട്ടില്ല, ആദ്യം അവളെ വിളിക്കുക, അവളുടെ അടുത്ത് എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞു. അവളുടെ അടുത്ത് ഇപ്പം വിളിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. മോളെ കാണാനും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി എന്നാലും അങ്ങനെയാണെങ്കിൽ ഈ ബന്ധം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക, ഇത് തുടർന്നു പോകാൻ എനിക്കും വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ വാക്ക് ഞാൻ പറഞ്ഞു. ഇതിലൊരു വാക്ക് കൂടുതലും ഞാൻ പറഞ്ഞില്ല, കുറവും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് ഈ തിരുവനന്തപുരത്ത് എനിക്കും ആളുകളുണ്ട്, നീ നിന്റെ കുട്ടിയും വെളിയിൽ ഇറങ്ങില്ല, വേണമെങ്കിൽ കൊന്നു വരെ കളയും എന്ന് ഏട്ടൻ പറഞ്ഞിട്ട് തന്നെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്ന. വേറെ ഒന്നും ഉണ്ടായിട്ടല്ല മേഡം, പേടിച്ചിട്ട കാര്യം. ഏട്ടന് ദേഷ്യം വന്ന ഏട്ടന്റെ കൂട്ടുകാരെ എല്ലാവരെയും എനിക്കറിയാം.
ഏട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട് പല കഥകളും. അത് അല്ല അപ്പൊ രശ്മി, അപ്പൊ പിന്നെ നമ്മളിപ്പോ ഇത് സംസാരിച്ചിട്ട് പ്രയോജനമല്ല. അയാൾ ദേഷ്യം വന്നാൽ കൊല്ലുന്ന ഒരാളാണെന്ന് നിങ്ങൾക്ക് ഭയം ഉണ്ടെങ്കിൽ എന്തിനാ അയാളോട് താമസിക്കാൻ നിങ്ങൾ നിർബന്ധം പിടിക്കുന്നു? അതൊക്കെ ചെയ്തില്ല. ദേഷ്യം വരുമ്പോൾ കൊല്ലുന്ന ഒരാളാണ് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ നാട്ടിൽ അയാളുടെ വീട്ടിൽ അപമര്യാദയായിട്ട് പെരുമാറുന്ന ഒരച്ഛൻ, ഉപദ്രവിക്കുന്ന ഒരമ്മ, പിന്നെ പെങ്ങന്മാരാരും സഹകരണമില്ല, അയാൾ കൊല്ലാൻ തയ്യാറുള്ളവൻ, അയാളുടെ കൂട്ടുകാർ ശരിയല്ല, അങ്ങനെ ഒരാളിന് വേണ്ടി എന്തിനു നിങ്ങൾ അയാളോട് താമസിക്കാൻ തയ്യാറാവുന്നു? എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവ് ഇതിനെ കാലടിച്ച് കളയുമെന്ന് പറഞ്ഞാൽ ഉടനെ നമ്മൾ പോലീസിൽ പരാതി കൊടുത്താൽ എങ്ങനെ സ്നേഹം വരും? അന്ന് ആള് സംസാരിച്ചിട്ട് പോയത് ഈ ഒരു രീതി ഇതിന്റെ ഒരിക്കലും അല്ല രശ്മി. രശ്മിയുടെ വീട്ടിൽ എത്തിക്കഴിയുമ്പോൾ മറ്റൊരാളാവുകയാണ്. രശ്മിയുടെ ആദ്യത്തെ വാശിയിലുണ്ടായ വഴക്കും ബഹളമാണ് രശ്മി അമ്മമ്മയുടെ വീട്ടിൽ പോവാൻ കാര്യം. അവിടെ നിന്ന് നിങ്ങളുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും 6 മാസം വരെ അമ്മ വിളിച്ചുകൊണ്ട് വന്ന് താമസിപ്പിച്ച് ഗർഭിണിയായിരുന്ന സമയത്ത് വീണ്ടും തിരിച്ചു പോകുന്നത് രശ്മിയുടെ വാശി. ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ റെയിൽപാളത്തിൽ തലവെച്ച് മരിക്കാൻ പോയി നിങ്ങളുടെ പ്രദേശത്ത് ആരോ പറയുന്നത് കേട്ടു. ഇല്ല ഉണ്ടായിരുന്നു മാഡം, അങ്ങനെ ഒരു സംഭവം റെയിൽവേ പാളത്തിലേക്ക് പോയിട്ടില്ല. പറഞ്ഞത് ആരുമല്ല, ഇവളുടെ അനിയത്തിയുടെ ഭർത്താവാണ്. കാര്യം ഇവളുടെ അനിയത്തിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ടാണ്. അവര് തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ആളുമായിട്ട് ഫ്രണ്ട്, ഞാനാണ് ആ ആലോചന കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ കല്യാണത്തിന് ഞാൻ പങ്കെടുത്തിട്ടില്ല. കാര്യം അത് ഇവരെ കുടുംബമായിട്ട് ഞാൻ ചെറിയൊരു ഉടക്കുണ്ടായിരുന്നു. അപ്പൊ ആളെന്റെ അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ അഖിലുണ്ടോ അവിടെ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്താ രശ്മി ഇങ്ങനെ ഒരു തോന്നിയാസം കാണിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചിനെ എടുത്തിട്ട് അവള് പിന്നെ ലഗേജും എല്ലാം പാക്ക് ചെയ്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പിടിച്ചോണ്ടിരുന്നു. അപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു സത്യം ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഇവര് വാശിക്ക് ട്രെയിനിൽ അടി തലവെച്ച് മരിക്കും എന്നുള്ള വാക്ക് എന്തോ ഉപയോഗിച്ചിട്ടുണ്ടാവണം. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു നിങ്ങളുടെ ഫാമിലിയില് വാശി വെച്ച് ഇറങ്ങി പുറപ്പെട്ട് വരുന്നുണ്ട്. ഈ കല്യാണം നടന്നത് പോലും അയാളുടെ വീട്ടിലിപ്പം രശ്മി ഇവിടെ പറഞ്ഞത് നേരത്തെ അയാൾ ഇങ്ങോട്ട് പ്രപ്പോസൽ നടത്തി, ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധം മുത്തശ്ശിയെടുത്ത് ചോദിച്ച് കല്യാണം നടത്തിയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ആണ് കല്യാണം നടത്തിയത്. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂടെ നിങ്ങളുടെ മുത്തശ്ശിയായിട്ടുള്ള വഴക്ക് പ്രശ്നമായിട്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ട വിവരം നിങ്ങൾ പറഞ്ഞില്ല. ഒരിക്കലും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. മുത്തശ്ശിയുടെ ഫോൺ നമ്പർ വേണമെങ്കിൽ ഞാൻ തരാം മാഡം. മുത്തശ്ശിക്ക് വയ്യാത്തോണ്ട് ഇന്നിവിടെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ. മുത്തശ്ശി അങ്ങനെ ഒരു കാര്യം ഞാൻ മുത്തശ്ശിയായിട്ട് ആകെ പ്രശ്നമായത് ഈ പൈസയുടെ കേസിൽ 8,000 രൂപയുടെ പറഞ്ഞു. ആ ഒരു കാര്യത്തിലല്ലാണ്ട് മുത്തശ്ശിയുടെ അടുത്ത് അന്ന് എനിക്ക് യാതൊരു ഒടുക്കും ഒരു പ്രശ്നം ഇല്ലായിരുന്നു. ഏട്ടനാണ് മുൻകൈ എടുത്തിട്ട് ഒരു കള്ളം പറഞ്ഞോള്. മുത്തശ്ശി വയ്യാത്തോണ്ടാണ് ഇങ്ങോട്ട് വരാതിരുന്നെന്ന്. പക്ഷെ ഇതേ ഓഫീസിൽ നിന്ന് തന്നെ ഇവിടെ സംസാരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇന്ന് രാവിലെ രശ്മിനെ ഇവിടുന്ന് ഒരു ആള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തശ്ശി ഇപ്പൊ ഗുരുവായൂർ പോയിരിക്കും. ഇന്ന് 1-ാം തീയതിയാണ് മാഡം. മുത്തശ്ശിയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. മുത്തശ്ശി എല്ലാ 1-ാം തീയതിയും ഗുരുവായൂർ പോകുന്നുണ്ട് എന്ന് എനിക്കറിയാന്നുള്ള കാര്യമാണ്. ഞാൻ തൃശ്ശൂർ താമസിക്കുമ്പോൾ പോലെ എല്ലാ 1-ാം തീയതി മുത്തശ്ശി വരും. മുത്തശ്ശി ഫോൺ എടുക്കുന്നില്ല. മാഡം വിളിച്ച സമയത്ത് ഇല്ല, ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ നേരത്തെ ഞാൻ പിന്നെയും മുത്തശ്ശിയെ വിളിച്ചു. എന്നിട്ടാണ് ഞാൻ അണ്ണനെ വിളിച്ചത്. ആദ്യം ഞാൻ മുത്തശ്ശിയാണ് വിളിച്ചത്. കാര്യം മുത്തശ്ശിയാണ് എന്റെ കല്യാണം നടത്തി തന്നെ. എന്നിട്ട് അണ്ണൻ വരും. എന്നിട്ട് ഞാൻ മുത്തശ്ശിയെ വിളിച്ചു. അവസാനം അമ്മാമ്മ ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് അച്ഛനാണ് ഫോണിൽ സംസാരിച്ചത്. ഞാൻ അകത്ത് മോളുടെ കാര്യം നോക്കിയപ്പോൾ ഞാൻ അതല്ല പറയുന്നത്. അപ്പോഴും മുത്തശ്ശി ഒരു ദേഷ്യത്തിന് പ്രശ്നമുണ്ടായി, മുത്തശ്ശി വളർത്തി, മുത്തശ്ശി കല്യാണവും നടത്തി, എല്ലാം ഓക്കെ. തിരിച്ച് വീണ്ടും അമ്മയുടെ വീട്ടിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയോട് താല്പര്യമില്ലാത്ത മുത്തശ്ശിക്ക് നിങ്ങളോട് ദേഷ്യം വന്നു. അവര് അകന്നു. അവരവരുടെ നിലപാട് എപ്പോഴും കൃത്യമാണ്. രശ്മി അമ്മയുടെ അടുത്ത് വന്നു. അവിടെ നിന്നിട്ട് നിങ്ങൾ അനിയത്തി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അനിയത്തിയായിട്ട് സ്നേഹം പുതുക്കാൻ പറ്റുന്നില്ല, അമ്മയെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വീണ്ടും അമ്മയായിട്ട് വഴക്കുണ്ടാക്കി വീണ്ടും വരികയാണ്. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും നിങ്ങളുടെ വാശി കൊണ്ടും ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം അടിസ്ഥാനപരമായിട്ട് കിടക്കുന്നു. മേഡം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്കെല്ലാം കേട്ട് വരുമ്പോ അതാണ് കാരണം. ഈ ഒരു പെട്ടെന്നുള്ള വാശി കൊണ്ട് എല്ലാവരും ഒരുമിച്ച് സന്തോഷമായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് കിട്ടാത്തതിന്റെ കാര്യം അമ്മയോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സഹോദരിയോട് പറ്റുന്നില്ല, അച്ഛനോട് പറ്റുന്നില്ല. അപ്പൊ അന്നേ അവര് കല്യാണം കഴിച്ച ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈ അച്ഛന്റെ അമ്മയുടെ അനുവാദം ഇല്ല, വീട്ടുകാരുടെ അനുവാദം ഇല്ലാതെ ഈ ഭർത്താവ് ഇവരെ കല്യാണം കഴിച്ചത്. അങ്ങനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഇവരെ ആ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഇയാളോടുള്ള വാത്സല്യം കാരണം യാതൊരു മുറുമുറുപ്പും കൂടാതെ അവരെ അക്സെപ്റ്റ് ചെയ്ത്. ഇത് രശ്മിയുടെ അച്ഛൻ. നമസ്കാരം. വർക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും? കൂലിപ്പണിയാണ്. കൂലിപ്പണിക്കാണ്. വർക്കിന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. രശ്മിയുടെ അമ്മ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? വീട്ടിന്റെ അടുത്തൊരു ചെറിയ കടയുണ്ട്, ഒരു തട്ടുകട. രണ്ടുപേരും ഒന്നിച്ചാ ചായക്കട നടത്തുന്ന കാര്യം പറഞ്ഞല്ലേ?
കുഴപ്പമില്ല, അത്യാവശ്യം കാര്യങ്ങളെല്ലാം അതുകൊണ്ട് നടന്നു പോകും. കാര്യങ്ങള് ഇളയ മകളുടെ കല്യാണം കൂടെ കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങൾ. ഇപ്പോ രജിഷ്ണി അമ്മയും തമ്മില് പ്രശ്നമുള്ളതായിട്ട് പറയുന്നുണ്ട്. ഇപ്പം അഖിലും പറഞ്ഞു കൊച്ചിലേ മുതല്, തീരെ ചെറുപ്പം മുതലേ ആ പ്രശ്നമുണ്ട്. കൊച്ചിലേ മുതലെന്ന് പറയാൻ പറ്റില്ല. സെയിൽസ് കഴിഞ്ഞ് അത് കഴിഞ്ഞ് +2 ആയി. രാവിലെ ട്യൂഷന് പോകും, പിന്നെ വൈകുന്നേരം 6 മണിക്ക് ശേഷം വരും. വീടുമായിട്ടൊക്കെ വലിയ ഇതല്ല. പിന്നെ പുസ്തകമായി, പഠിത്തമായി. +2 കഴിഞ്ഞ ഉടനെ നേഴ്സിങ്ങിന് അയച്ചു. അപ്പോൾ വീടുമായിട്ട് ആർക്കും കുട്ടിക്ക് വലിയ ഇതൊന്നുമില്ല. നേഴ്സിങ്ങിന് പോലും ഞായറാഴ്ച ഒന്ന് ചെന്ന് കാണും, അത്രേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യം അവിടെ ഉള്ളൂ, അങ്ങനെ കാണാൻ സമ്മതിക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് വന്നു, നേഴ്സിംഗ് കഴിഞ്ഞ് വന്നു. അല്ല, അതിനു മുമ്പ് തന്നെ അമ്മയുമായിട്ട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നോ? ഇല്ലല്ല, അങ്ങനെ പഠിത്തത്തില് അത് കുട്ടി പറഞ്ഞല്ലോ. പഠിത്തത്തിൽ അത് പഠിക്കാൻ വേണ്ടി സംസാരിക്കുന്നത്, ആ പഠിത്തത്തിന്റെ മാത്രമേ ഉള്ളൂ. ജില്ലാതലത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രോയിങ് ഇഷ്ടമായിരുന്നു. അപ്പൊ അതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല അമ്മ. അനിയത്തിയെ പഠിപ്പിക്കാനും അനിയത്തിയുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്. PTA മീറ്റിങ്ങിന് പോലും അനിയത്തിയുടെ കാര്യമാണെങ്കിൽ പോവും, ഈ കുട്ടിയുടെ കാര്യമാണെങ്കിൽ പോകത്തില്ല. അങ്ങനെ മോളോട് കാണിച്ചിട്ടുണ്ടോ? ഞാൻ രാവിലെ പോകും, പിന്നെ വൈകുന്നേരം വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇവര് തമ്മിലുള്ള ചെറിയ ചെറിയ സ്നേഹവും ഈ കുട്ടിയോട് വെറുപ്പും അമ്മ കാണിച്ചു. അങ്ങനെ എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ അത് ആ കുട്ടിക്ക് തോന്നിയിട്ടുണ്ട്. ആ കുട്ടി അവിടെ മനസ്സിൻ്റെതായിരിക്കും. അനിയത്തിയുടെ കൂടുതൽ സ്നേഹം കാണിക്കുന്ന മനസ്സിലുള്ളതായിരിക്കും. മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ കുടുംബം പോണേ? സ്വന്തം ഭാര്യയും മകളെയും മനസ്സിലാക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ആ കുടുംബത്തിൽ എന്തെങ്കിലും കെട്ടുറപ്പുണ്ടാവോ? ഉണ്ടാവോ? മകളുടെ ഞാൻ നിങ്ങളെ അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ ചോദിക്കുക. അഖിൽ, നമ്മുടെ പ്രായത്തിന് നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരും. പക്ഷെ അനുഭവത്തിൽ വരുമ്പോൾ ഒരു കുടുംബം ഒന്നിച്ചു കൊണ്ടുപോകാൻ ഒരു മനുഷ്യൻ ഒരുപാട് അഡ്ജസ്റ്റബിൾ നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും വേണം, അല്ലേ? ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യണം, അമ്മ അഡ്ജസ്റ്റ് ചെയ്യണം. പലരും പല സ്വഭാവക്കാർ. ഒരു കുടുംബമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് വരല 5 സൈസിലായിരിക്കുന്നത്. ഇതൊന്നും ഇങ്ങനെയാക്കാൻ കുടുംബനാഥൻ ഒരുപാട് പാടുപെടേണ്ടി വരും. ഇനിയും അങ്ങോട്ടങ്ങോട്ട് അഖിലിന്റെ ജീവിതത്തിൽ അത് മനസ്സിലാവും. പിന്നെ ഒരു അന്തസ്സിന്റെ ഭാഗമായിട്ട് മറ്റു പല കാര്യങ്ങളും പൊതിഞ്ഞും പറയേണ്ടി വരും. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും മാനസികമായിട്ട് അതിന്റെ സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ ക്യാരക്ടറിൽ സ്വന്തമായിട്ട് ഭൂമിയില്ല, പാടക വീടാണ്. അതിന് മാസം നല്ലൊരു 4000-5000 രൂപ അതിന് മാറ്റി വെക്കണം. 2 പെൺകുട്ടികളാണ്, അവരെ വളർത്തണം, അവരെ പഠിപ്പിക്കണം. ഇപ്പൊ നേഴ്സിങ്ങിന് അയച്ചു. എന്നെപ്പോലെ ഒരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾ 4-5 ലക്ഷം രൂപ നേഴ്സിംഗ് പഠിപ്പിക്കാൻ മുതലില്ല. അപ്പൊ അത്രയും ഞാൻ ബുദ്ധിമുട്ടി. ഞാൻ രാവിലെ ഫസ്റ്റ് വണ്ടി ലോണിനാണോ പഠിച്ചോണ്ടിരുന്നത്? ലോണ് 79 രൂപ മാത്രമേ ഉള്ളൂ ലോണ്. ബാക്കിയെല്ലാം ക്യാഷ്. നിങ്ങളുടെ ക്യാഷ് തന്നെ? എന്റെ അടുത്ത് നെയ്യാറ്റിങ്കലാണ് ഞാൻ താമസിക്കുന്നത്. പറഞ്ഞത് രശ്മി പറഞ്ഞത് ഫുൾ ലോണിലാണ് പഠിച്ചത്. ഫീസ് ലോണാണ്. ആദ്യത്തെ വർഷത്തെ ഫീസ് അല്ലാണ്ട് തന്നു, ബാക്കി ലോണ് ബാക്കി അച്ഛൻ തന്നു. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ അമ്മൂമ്മയായിട്ട് വിടാനുള്ള സാഹചര്യം എന്തായിരുന്നു? അത് കഴിഞ്ഞിട്ട് അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ അങ്ങനെ വന്നു കുട്ടി മറ്റുള്ള കുട്ടികളുമായിട്ട് അങ്ങ് താരതമ്യമായിട്ട് പോയി വീട്ടിൽ വന്നിട്ട് പിന്നെ നല്ല ഡ്രസ്സ് വേണം, ഫോൺ വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നം വീടിനകത്തുണ്ട്. അപ്പം എൻ്റെ ഭാര്യയുടെ അമ്മ അവിടെ ഉണ്ട്. അവർക്ക് പെൻഷനുണ്ട്, ഗവൺമെന്റ് പെൻഷനുണ്ട്. അവരുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ടൂറ് പോവുക. കാശ് തന്നെ അവർ 2-3 പ്രാവശ്യം ഈ പ്രായത്തിനിടയ്ക്ക് പോയിട്ടുണ്ട്. വേറെ ആർക്കും കൊടുക്കില്ല, അവരൊറ്റയ്ക്കാ താമസം. ചിലപ്പോൾ അവർ സുഖമില്ലാതാകുമ്പോഴത്തേക്കും ഇളയ മുകളിലെ വീട്, അതായത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ വന്ന് നിൽക്കും. ഇത്തിരി ക്ലിയർ ആകുമ്പോഴത്തേക്കും അവർ ഒരു വഴക്കുണ്ടാക്കി അങ്ങ് പോകും. അങ്ങനെയായിരുന്നു. അവര് ഇതെല്ലാം സാധിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് വേറെ വീട്ടിലേക്ക് വാടക പോയപ്പോഴത്തേക്ക് കുട്ടിയെ കൂടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ നിന്ന് അപ്പൊ പോയ സമയത്ത് ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് അല്പം ബഹളം ഉണ്ടാക്കി. ഇത്രയും കാശ് കൊടുത്ത് ഞാൻ പഠിപ്പിച്ച കുട്ടി, ആ കുട്ടിയെ വാങ്ങിച്ചുകൊണ്ട് ആദ്യത്തെ ഒരു ശമ്പളം അല്ലെങ്കിൽ 10 രൂപ കൊണ്ട് തരണ ഒരു സന്തോഷം ഒരു അച്ഛനുണ്ട്. അതിന് നിങ്ങൾ ഇല്ലാതാക്കി എന്തിനാ ആ കുട്ടിയെ ജോലിക്ക് അയക്കണമെന്നും പറഞ്ഞ് ഞാൻ പഠിത്തം കഴിഞ്ഞു പാസ് ഔട്ട് ആയതിനു ശേഷം. അതേത് വർഷമാ? 2011. എന്നിട്ട് എന്താ ഇതുവരെ ജോലിക്ക് ശ്രമിക്കാഞ്ഞത്? ജോലി എനിക്ക് 2014 വരെ 2013 വരെ മാർക്കറ്റിംഗ് കമ്പനിയിൽ ജോലി. മാർക്കറ്റിംഗ് കമ്പനിയല്ല, നഴ്സിംഗ് അല്ലേ പഠിച്ചത്? ഞാൻ പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കൊണ്ട് എനിക്കെതിരായിട്ട് കേസ് പിടിപ്പിച്ചു. കുട്ടിയുടെ പുസ്തകം, വീട്ടിലുള്ള വസ്തുക്കള് എല്ലാം വേണമെന്നും പറഞ്ഞ് നിയമ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തു. ഞാൻ എല്ലാം കൊണ്ട് കൊടുത്തു. അമ്മമ്മയാണ് കൊടുപ്പിച്ചത്. എല്ലാം ഞാൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു. ഇനി നിനക്ക് നല്ലൊരു ജോലി, ആരെ മുമ്പേയും കൈ നീട്ടണ്ട, നീ പോയി രക്ഷപ്പെടെന്ന് പറഞ്ഞു.
ആ പണിക്ക് പോയില്ല. എന്നിട്ടാണ് തൃശ്ശൂർ പോയത്. എന്തിനാ രശ്മി അച്ഛനെതിരെ കേസ് കൊടുത്തത്? അച്ഛനെതിരെയൊന്നും അല്ല ഞാൻ കേസ് സ്റ്റേഷനിലെതിരെ കേസ് കൊടുത്തു. സാധനങ്ങൾ അവിടെ മാമൻ അന്ന് ചെന്ന് പ്രശ്നം ഉണ്ടാക്കി. അവരുടെ സാധനങ്ങളെല്ലാം വേണമെന്നും പറഞ്ഞ് വന്ന് ചോദിച്ചവൻ പറഞ്ഞ് അവള് വന്ന് എടുത്തോണ്ട് പോട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കൊണ്ടുവന്ന് അമ്മൂമ്മേരെ പ്രേരണയിൽ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അത് അന്നത്തെ ആ ഒരായിരിക്കാം, എനിക്കറിയില്ല. അന്നത്തെ അല്ല ഇന്നും അത് തന്നെയാണ്. കഷ്ടപ്പെട്ട് പഠിപ്പിച്ച അച്ഛനാ. ആ അച്ഛനെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന് വെച്ചാൽ സാധാരണ ഒരു പെൺകുട്ടി ചെയ്യുന്ന കാര്യമല്ല. എന്ന് വെച്ചാല് കുട്ടിക്ക് അന്ന് 17 വയസ്സെങ്കിലും ഉണ്ട്, 17 വയസ്സെങ്കിലും ഇല്ലയോ? എന്താ തിരിച്ചറിവില്ലാതെ ആ അച്ഛനെതിരെ കേസ് കൊടുക്കാൻ പോയത്? അല്ല മേഡം, അത് ചെയ്തത് മാമനാണ്. മാമൻ വീട്ടിൽ കയറി ഞാൻ വീട്ടില് മാമൻ സംസാരിക്കാൻ കയറിയപ്പോ ഞാൻ ഉണ്ടായിരുന്നു ഒന്ന് അച്ഛനോട് ചോദിച്ചു നോക്കണം. ഞാനില്ലായിരുന്നു. വീട്ടിന്റെ അകത്ത് കയറി മാമൻ അത് ഞാൻ പറഞ്ഞില്ലേ മേഡം സംസാരിക്കാന്ന് പറഞ്ഞ് മാമൻ പോയി. മാമ അകത്ത് കയറി തീർപ്പാക്കാൻ ഞാൻ വീട്ടിലേക്ക് വന്നു. അച്ഛനീ വന്ന് സംസാരിച്ചു. അപ്പം അമ്മൂമ്മ വാടക വീട്ടിലാണ്. അപ്പൊ അത് പ്രശ്നമായി അവിടെ. അച്ഛൻ രാത്രി വന്നിട്ട് ഈ അമ്മ അടുത്ത ദിവസം രാവിലെ വന്ന് മാല വാങ്ങിക്കൊണ്ടുപോയതൊക്കെ ആയി. അപ്പം ഞാൻ ആകെ വിഷമിച്ച് വീട്ടിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ മാമ എറണാകുളത്ത് എന്താണ് മാമന് മാമ എവിടെയാണെന്നോ എന്നോ എനിക്ക് അറിഞ്ഞു. അല്ല, അത്രയും നാള് പോറ്റി വളർത്തിയത് അച്ഛനാണോ? ആണോ? എത്ര ലക്ഷം രൂപ ചെലവാക്കിയ കുട്ടിയെ പഠിപ്പിച്ചത്? അങ്ങനെ എന്തോ വരുമാനമുണ്ട്? എത്ര കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതാ? പറഞ്ഞില്ല മാഡം, ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, അന്ന് ആ വഴക്ക് നടന്ന് ഈ അച്ഛനോ ഈ അമ്മയോ നീ 2 ദിവസം അമ്മാമ്മേരോട് നിന്നിട്ട് വാ, നീ എന്തായാലും നീ പോയി നിൽക്കുന്ന ഈ അമ്മാമ്മയ്ക്ക് അമ്മയെ ഇഷ്ടമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ അമ്മാമ്മ ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞനുസരിച്ച് താഴ്തീയിലേക്ക് അമ്പലത്തിൽ സന്ദർശനവും കാര്യങ്ങളായിട്ട് നടക്കുന്ന അവരുടെ വീട്ടിൽ പോയി നിൽക്കേണ്ട വീട്ടിൽ എന്താ നടക്കാറല്ലേ നീ അച്ഛൻ അറിയോ? എന്താ നടക്കാറ്? ഈ അച്ഛൻ അറിയോ? ഇന്നും അച്ഛൻ പല കാര്യങ്ങളും ഒളിച്ചു വെക്കാറുണ്ട്. എന്താ നടക്കുന്നത്? എന്റെ അമ്മ, അച്ഛൻ ഇല്ലാന്ന് പറയട്ടെ, എന്റെ അമ്മ ഞാൻ ആ വീട്ടില് നേഴ്സിംഗ് പഠിച്ചിട്ട് വന്നിട്ട് എനിക്ക് രജിസ്ട്രേഷൻ ഞാൻ പോവാറുണ്ട്. ഇന്നും എനിക്കറിയാം. ഞാൻ ഓരോ ആശുപത്രിയിലും പോയിട്ട് ഞാൻ ഇപ്പോഴും ഞാൻ ജോലിയുടെ കാര്യം അന്വേഷിച്ചോണ്ടിരിക്കുക. ഞാൻ ആ പോയിട്ട് വരുമ്പോ എനിക്ക് അമ്മ ആഹാരം ഉണ്ടാക്കി വെക്കില്ല. ആഹാരം എടുത്തോണ്ട് അകത്തെ മുറിയിൽ കൊണ്ടുവച്ചിട്ട് അമ്മയും അനിയത്തിയും കൂടെ കഴിക്കും. ഞാൻ അച്ഛൻ്റെ അടുത്ത് പരാതി പറയുമ്പോ അച്ഛൻ എന്നെ വഴക്ക് പറയുമായിരുന്നു. അത് എനിക്കറിയില്ല മാഡം, എനിക്കറിയില്ല. എന്താ അമ്മ അത്ര വെറുക്കാൻ കാര്യം എന്ത്? അമ്മ കുട്ടി അത്ര വെറുക്കാൻ കാര്യം എന്ത്? എനിക്ക് അറിഞ്ഞൂടെ. ഇഷ്ടപ്പെടുന്നില്ല. അല്ല, അതിനെന്തെങ്കിലും സാരമായ കാര്യം കാണുമല്ലോ. അച്ഛൻ ഇഷ്ടമില്ല, അമ്മ ഇഷ്ടമില്ല, അനിയത്തെ ഇഷ്ടമില്ല, എന്താ കാര്യം? അപ്പൊ കേസ് കൊടുക്കുന്നതിന്റെ തലേ ദിവസം ഇവിടെ മാമൻ വന്നിട്ട് അവിടെ സാധനങ്ങൾ വേണം, അവക്ക് കൊടുക്കാനുള്ള ഷെയർ എല്ലാം വേണമെന്ന് പറഞ്ഞു. വെള്ളിറങ്ങി പോയ ടെൻഷനിൽ ഞാൻ വീട്ടിലുണ്ട്. ഞാൻ പിന്നെ 2 അടി കൊടുക്കുകയാണ് ചെയ്തു. കൊടുത്തിട്ട് കളഞ്ഞ് വെളിയിലിറങ്ങിയിട്ട് അടുത്ത ദിവസം പിന്നെ കേസ് കൊടുക്കുന്നത്. കേസിന് മുമ്പുള്ള സംഭവം. ആരാ കേസ് കൊടുത്തത്? മോളെ കൊണ്ട് കൊടുപ്പിച്ച ഈ എന്റെ 2ാമത്തെ ആളെയും പുള്ളിയാ കൊടുപ്പിച്ച കേസ്. അപ്പൊ എന്നിട്ട് പുള്ളി പ്രത്യക്ഷമൊന്നും വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഞാൻ കണ്ടിട്ടുമില്ല. പിന്നെ ഇവിടുന്ന് പോയി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഇതേപോലെ ഇവിടെ ഉണ്ട്, തൃശ്ശൂരുണ്ട്, ഇങ്ങനെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയിലാണ്. അപ്പോൾ എനിക്ക് അവിടെ പരിചയമുള്ള ഒരാളുണ്ട്, ഷാജൻ എന്ന് പറയും. നമ്മളിവിടെ വന്ന് പണി ചെയ്തിട്ടുണ്ട്, ഈ പന്തലിൻ്റെ പണിയൊക്കെ ചെയ്യും. അത് വിളിച്ച് ചോദിച്ചും പറഞ്ഞ് ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ വരുന്നു, നാളെ എൻ്റെ കല്യാണമാണ്. പിന്നെ ഞാൻ ഒന്നും കാണുന്നില്ല, അവരറിയുന്നത്. അത് നിങ്ങളിവിടെ താമസിക്കണമെന്ന് ചോദിച്ചു. അത് ഞാൻ ആസാദിലയില്ല, അത് നമ്മൾ സ്റ്റേഷൻ്റെ തൊട്ടപ്പുറത്ത് ആസാദിലായിരുന്നു, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. രാത്രി ഞാൻ ഇവിടെ ചെന്നിട്ട് അപ്പോൾ എൻ്റെ ഭാര്യയുടെ അമ്മയുണ്ട്, ഭാര്യയുടെ ചേച്ചിയുണ്ട്, ചേച്ചിയുടെ മോൻ. ഞാൻ ഇവിടുന്ന് ശാന്തകുളം ഹോസ്പിറ്റലിൻ്റെ ഇവിടുന്ന് നേമത്തെത്താൻ എനിക്ക് 1/2 കിലോമീറ്ററേ ഉള്ളൂ. 12 കിലോമീറ്ററിന് അപ്പുറമുള്ളവർ ഞാൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടാണ് അത് ചോദിച്ചത്. ഇല്ല, ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ. അപ്പം ഞാൻ 1/2 കിലോമീറ്റർ വന്നതിന് മുമ്പ് 12 കിലോമീറ്റർ ഇപ്പുറം വരാം, അപ്പം നിങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അവളെവിടെയും ചോദിച്ചു. വീട്ടിൽ വിളിക്കുന്ന ചക്കു എന്നാണ്. ചക്കു എവിടെയും ചോദിച്ചു. അവളിവിടെ ഇല്ല, അവർ വന്നിട്ടൊന്നുമില്ല, അവൾ വേറെ ആണെന്ന് പറയും. അപ്പോൾ ഞാൻ ഒരു ടെറസ് വീടാണ്. ഞാൻ സംസാരിച്ചിട്ട് അങ്ങ് നടന്നങ്ങ് പോയിട്ട് ഒരു ഇടവഴിയാണ്. പോയിട്ട് തിരിഞ്ഞിങ്ങനെ നോക്കിയപ്പോൾ സ്റ്റെയർ കേസാണ്. ഞാനും എൻ്റെ കൂടെ വന്ന ഒരാളും കൂടെ അങ്ങേറ്റം തന്നെ എന്നോട് പറഞ്ഞു, ചിലപ്പോൾ ഇതിൻ്റെ മോളിൽ കാണുമെന്ന് പറഞ്ഞു. സ്റ്റെയർ കയറി മോളിൽ ചെന്നപ്പോൾ ഇവർ 2 പേരും മുകളിലുണ്ട്. ഞാൻ പറയും നടക്കില്ല എന്ന് പറഞ്ഞു, ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. അന്ന് രാത്രി വാടക വീട് ഒരു ഒഴിഞ്ഞ് രാത്രി ഇവിടുന്ന് പോയിട്ട് പിന്നെ എനിക്ക് വിവരമില്ല. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, വാ
ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. എനിക്ക് എങ്ങനെയെങ്കിലും എനിക്കിത് ഒഴിവാക്കണം. വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അതിൽ എൻ്റെ ഭാര്യയുടെ അമ്മയും ഭാര്യയുടെ ചേച്ചിയും ചേച്ചിയുടെ മോനും കൂടെ ഈ വിവാഹം നടത്തി. വിവാഹം നടത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താലികെട്ട് മാത്രമേ ഉള്ളൂ, രജിസ്റ്ററിൽ ഒപ്പിട്ടിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ ആൾക്കാരെല്ലാവരും കൂടെ പറഞ്ഞു, ഇനിയിപ്പോൾ എന്തായാലും പോട്ടെ, ആയിപ്പോയില്ലേ, എൻ്റെ മൂത്ത കൊച്ചല്ലേ, വിളിച്ചോണ്ട് പോകാമെന്ന് പറഞ്ഞു. 1.25 വർഷം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പ്രസവം കഴിഞ്ഞിട്ട് അവർ പോകുന്നത്. ഈ 1.25 വർഷവും ഇവര് വീട്ടിലെന്താണോ ഏതാണോന്ന് ഇവരാരും അന്വേഷിച്ചിട്ടില്ല. ഈ പിന്നെ ഗർഭിണിയായിരുന്നപ്പോ വീണ്ടും കൊണ്ടുവന്ന് അയാളുടെ അടുത്ത് അത് പ്രശ്നങ്ങളായത് ഇതിനിടയ്ക്ക് അമ്മയായിട്ട് പ്രശ്നങ്ങളാണ്. അമ്മയായിട്ട് പ്രശ്നമായി. ഞാൻ കൊണ്ടുവന്ന് തൃശ്ശൂർ കൊണ്ടാക്കി. നിനക്ക് പോകണം, അത്ര നിർബന്ധമാണെങ്കിൽ നീ പോകുന്നു പറഞ്ഞ് തൃശ്ശൂർ കൊണ്ടാക്കി. അമ്മയായിട്ട് എന്തായിരുന്നു പ്രശ്നം? അമ്മയായിട്ട് വഴക്ക് തന്നെ. വഴക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വയലന്റ് ആവും അമ്മയായിട്ട്, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് അവർ സന്തോഷമായിട്ട് ജീവിച്ചതാണ്. ഈ ദേഷ്യം വരുന്നത് രശ്മിക്കാണ്. രശ്മിക്കും ശരി, അമ്മയ്ക്കും ശരി. ആരെയും ഞാൻ പറയില്ല. വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരെയും ഞാൻ താമസിക്കുന്ന വീട്ടിൽ പ്രത്യേകമാക്കി ഞാനത് നോക്കിയിട്ടുണ്ട്. ഇവര് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് ഇവര് തമ്മിൽ ഏതൊരു പ്രശ്നമില്ല. ഇവരാരെ കൂടെ മൂന്നാമതൊരാൾ അവരുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് പ്രശ്നമാണ്. അഖിലിനും അതെ രശ്മിക്കും അതെ. ഈ രണ്ടുപേർക്കും ഒന്നാമത് 24 വയസ്സ് പക്വതയില്ലാത്ത വിവാഹം. ഇവർക്ക് എന്താണെന്ന് അറിഞ്ഞൂടാ കുടുംബജീവിതം. അങ്ങനെ കളിച്ചു നടന്നവരാണ്. ആ സമയത്താണ് ഇവരുടെ വിവാഹം. ഇവർക്ക് എന്തിനാണ് ജീവിതം എന്ന് പോലും അറിഞ്ഞൂടാ. അഖിലൊരു കുട്ടിയായി പ്രാരാബ്ധമായപ്പോഴത്തേക്കും അഖിലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. എന്റെ ശമ്പളം തികയില്ല, എനിക്ക് പറ്റി. എന്നിട്ട് ഞാൻ അങ്ങോട്ട് സുഖമില്ല എന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് അക്കൗണ്ടിലേക്ക് ഞാൻ കാശ് അയച്ചു കൊടുക്കും. നീ ആശുപത്രിയിൽ കൊണ്ടുപോ. ഒരു ദിവസം അടിച്ചെടുത്തിട്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാൻ കണ്ണൂര് പോയി അവിടെ ചെന്നിട്ട് അവരെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞാനും അമ്മയും അനിയത്തിയുടെ ഭർത്താവും കൂടെ അവിടെ ചെന്നിട്ട് വിളിച്ചിറങ്ങി വന്ന് എന്തായാലും പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചു. ഞാൻ പണിക്ക് പോയിട്ട് കുറച്ച് ദിവസമായി. 500 രൂപ എടുത്താൽ എല്ലാം പാകറ്റ് വെച്ചെടുത്തു. എന്നാ മോനെ നീ വച്ചോ എന്ന് പറഞ്ഞിട്ട് ഞാൻ അറിയുന്നില്ല. പിന്നീട് വന്നപ്പോഴാണ് പറയുന്നത് അടിച്ച്. 1.5 മാസം ഞാൻ ഇവിടെ കൊണ്ടിട്ട് നോക്കി. ഒരു വൈദ്യനെ കൊണ്ട് നെയ്യാറ്റിങ്കര ഒരു വൈദ്യന്റെ വീട്ടിൽ കൊണ്ടിട്ട് ഞാൻ നോക്കി. ശാരീരികപ്പെടുന്ന ഒരുപാടുണ്ട്. പക്ഷെ ഇവര് തമ്മിലാണ്. ഇപ്പം തൃശ്ശൂർ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ട്. അവര് തമ്മിലാകുമ്പോൾ ഏതൊരു പ്രശ്നമില്ല, സാമ്പത്തികം മാത്രമേ ഉള്ളൂ. അഖിലിന് ഇപ്പം ഒഴിവാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിന്റെ ശമ്പളത്തിനകത്ത്, അതായത് അഖിലിന് ഈ വൈറ്റ് കോളർ ജോബ് മാത്രമേ അഖിലിന് അറിയാവൂ. SLC ഫെയിലുമാണ്. ഒരു തൂമ്പ എടുത്തുകൊണ്ട് ഇറങ്ങിയാൽ ഒരു കുടുംബത്തിനെ നോക്കാം. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് ഞാൻ വളർന്നത്. 2 പെൺകുട്ടികളെ ഞാൻ വളർത്തി. ഒരല്ലലും ഇല്ലാതെ, ഒരുപടി മണ്ണ് പോലും ഇല്ലാതെ, ഞാൻ വാടക ഇല്ലാതെ ഞാൻ താമസിക്കുന്നത്. ഇന്നും കൊടുക്കുന്നുണ്ട് 3500 രൂപ വാടക ഒരു ദിവസം തെറ്റാതെ. അത് ഞാൻ കണക്കാക്കണം. എൻ്റെ ആൺകുട്ടികളെ വളർത്തുമ്പോൾ പെൺകുട്ടികൾ ചിലവും അത് കണക്കാക്കണം. എന്നിട്ട് അവർ ഇത്രയും പഠിപ്പിച്ചെടുത്തു. ഇളയാളിനെ ഞാൻ കമ്പ്യൂട്ടർ പഠിപ്പിച്ചെടുത്തു. അതും പോയിട്ട് അഖില് തന്നെയാണ്. അഖിലും നല്ല ഇതായിട്ട് നിന്ന സമയത്ത് അഖിലിന്റെ ഒരു കൂട്ടാളിനെ കൊണ്ട് തന്നെയാണ് അനിയത്തി കുട്ടിയെ ആലോചിച്ചിട്ട് അവസാനം അഖില് നല്ലതെന്ന് പറഞ്ഞ അഖില് തന്നെയാണ് തിരിച്ചു പറഞ്ഞ് അത് മോശമാണെന്ന് പറഞ്ഞു. എന്നാൽ ആ കുട്ടി ധൈര്യമായിട്ട് പറഞ്ഞു ഞാനത് അന്ന് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യും എന്ന് പറഞ്ഞ് അഖിലിനെ ധിക്കരിച്ചാണ് ആ രണ്ടാമത്തെ കുട്ടി വിവാഹം കഴിച്ചത്.